കണ്ടിട്ട് നമ്മുടെ മലയാളി മനസ്സിങ്ങനെ വിതുമ്പൽ കൊള്ളുകയാണ്, ഇങ്ങനെ വേദനിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതും പാവപ്പെട്ട ഒരു മലയാളി പെൺകുട്ടി, ഇങ്ങനെ ഒരു ഭാഷയറിയാത്ത രാജ്യത്തിൽ, ദേശമറിയാത്ത രാജ്യത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരി. എന്തോ ഭൈ, അമേരിക്കയാണ് ഭൈ, അമേരിക്കയാണ് ഭൈ. അത് നമ്മുടെ അട്ടപ്പാടിയല്ല. അപ്പോൾ ഒരു ബാക്ക് പാക്കർ അരുണിമ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു യൂട്യൂബറാണ്, ഭയങ്കര ഒരു ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരി. ഒറ്റയ്ക്ക് പല രാജ്യങ്ങളിൽ കറങ്ങാറുണ്ട്, കറങ്ങിയിട്ട് വീഡിയോസ് എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ കൃഷ്ണനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു, കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ഗുരുവായൂർ ഭക്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാമെന്നുള്ള ചീപ്പ് ടാക്ടിക്സ് എന്തിനാ മോളെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. ഈ അരുണിമയുടെ കാര്യം ഞാൻ 2 ദിവസം മുമ്പേ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, കാരണം പുള്ളിക്കാരി പറയുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക്. ഞാനത് കണ്ടപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ന്യൂ ജേഴ്സി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണെന്നാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെങ്ങന്നൂരോ അല്ലെങ്കിൽ തൃപ്പുണിത്തരയോ അല്ലെങ്കിൽ ഗ്രാമം എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിൽ, അവിടെ ഇവിടെയൊക്കെ ഗ്രാമം എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ കുഗ്രാമം ഒന്നും അല്ല ന്യൂ ജേഴ്സി എന്ന് പറയുന്നത്. ന്യൂ ജേഴ്സി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിറ്റിയാണ്. അവിടെ അത്യാവശ്യത്തിൽ കൂടുതൽ ഹോട്ടൽസൊക്കെ ഉണ്ട്. ഹോട്ടലില്ല എന്നൊക്കെ പറഞ്ഞ് വേറെ ചില യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ അണ്ണന്മാരുണ്ടല്ലോ, അണ്ണന്മാരൊക്കെ വെച്ച് തള്ളുന്നുണ്ടായിരുന്നു. അവിടുന്ന് ന്യൂയോർക്കിലേക്ക് പോകണമെന്നൊക്കെയാണ് തള്ളിവിട്ടത്. എന്തോ ഭൈ, അമേരിക്കയാണ് ഭൈ, അമേരിക്കയാണ് ഭൈ. അത് നമ്മുടെ അട്ടപ്പാടിയല്ല. അവിടെ ഹോട്ടൽ കിട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല. ഒക്കെ മറ്റേ മൊബൈലിൽ ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞാണ് കിട്ടുക. പിന്നെ ഇപ്പോൾ ഈ അരുണിമയുടെ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പുള്ളിക്കാരി അവിടെ മിക്കവാറും റിമാൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു അഡ്രസ്സ് ഈ ജോസഫ് എന്ന് പറയുന്ന, ജോർജോ എന്തോ ഒരു പേരാണ്, പുള്ളിയുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുത്ത് പറയണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ആ മനുഷ്യൻ ഒരു സഹായം ചെയ്തു, 3-4 കൊല്ലമായിട്ട് ഇവരെ അറിയാമായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്തിലോ വഴി പരിചയപ്പെട്ടതാണ് എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നു പുള്ളിയാണെന്ന് തോന്നുന്നു ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ അമേരിക്കയിലേക്ക് വിസ ചോദിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ വലിയൊരു സെലിബ്രിറ്റി ആണെങ്കിൽ, നിങ്ങൾ ടൂറിസത്തിനാണ് പോകുന്നതെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ വേറെ വിസയൊക്കെ കിട്ടും. ഈ B1 B2 എന്ന് പറയുന്ന ഈ ടൂറിസ്റ്റ് വിസയിൽ ടൂറിസം ആൻഡ് പ്ലഷർ ആൻഡ് ലിഷർ ആൻഡ് പ്ലഷർ എന്നൊക്കെയാണ്. ആ വിസ കാറ്റഗറിയിൽ ഹോട്ടൽ ബുക്കിംഗ് വേണം. പിന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഹോട്ടലിലല്ല താമസിക്കുന്നതെങ്കിൽ. എനിക്ക് തോന്നുന്നു ഈ ജോർജോ ജോസഫോ ജോണോ ഈ വ്യക്തി, ഈ 70 വയസ്സ് പ്രായമുള്ള ഈ ചങ്ങായി, പുള്ളിയാണ് ഈ പെണ്ണിനെ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്ത് അങ്ങോട്ട് വിളിച്ചതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞ അരുണിമ എന്ന് പറയുന്ന ഈ ബാക്ക് പാക്കർ അങ്ങനെ കയറിപ്പോയതൊന്നല്ല, അങ്ങനെ വിസ കൊടുത്തതൊന്നല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ വിസ റൂൾസ് എന്ന് പറയുന്നത് അവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചിലപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തല്ലോ, ഈ അച്ചച്ചനെ എന്തിനാ ഇങ്ങനെ കാണിച്ചെന്നുള്ളതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവൾ കുറേ മറ്റേ അഴുക്ക് തുണികളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുള്ളി വന്ന് പറഞ്ഞിരിക്കുന്നത്. മൂപ്പൻസ് വ്ലോഗിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ ഈ വീഡിയോ കണ്ടു. എനിക്ക് 2 ദിവസം മുമ്പേ സംശയം ഉണ്ടായിരുന്നു. എനിക്ക് അന്നേരം തോന്നിയതാണ് ഇത് മറ്റേ മല്ലു ട്രാവലർ പോലത്തെ തോടായിപ്പ് പരിപാടിയാണ്. മറ്റേ പോക്സോ എന്നല്ല കേട്ടോ. ഈ പെണ്ണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജസ്ന പോലത്തെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി രാത്രി 1 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് എന്നെ വീട്ടിനകത്തുനിന്ന് അടിച്ച് പുറത്താക്കി, വെളിയിലാക്കി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കരയാണ്. അവിടെ നിന്നിട്ട് ലൈവൊക്കെ ഇടുകയാണ്. കണ്ടിട്ട് നമ്മുടെ മലയാളി മനസ്സിങ്ങനെ വിതുമ്പൽ കൊള്ളുകയാണ്, ഇങ്ങനെ വേദനിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതും പാവപ്പെട്ട ഒരു മലയാളി പെൺകുട്ടി, ഇങ്ങനെ ഒരു ഭാഷയറിയാത്ത രാജ്യത്തിൽ, ദേശമറിയാത്ത രാജ്യത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരി. ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എനിക്കിത് കണ്ടിട്ട് ഫുള്ള് സ്കാമാണെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരി ഫുൾ അടിച്ചു വിടുന്നതാണ്. അതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ നമ്മുടെ മൂപ്പൻസിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ കണ്ടു. പുള്ളിക്കാരൻ ഇങ്ങനെ അടിപൊളിയായിട്ടാണ് എടുത്ത് പ്ലേ ചെയ്യുന്നത്. ഞാൻ പ്ലേ ചെയ്യുന്നില്ല, കാരണം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വഴിക്കായി കോപ്പിറൈറ്റ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴേ 2-3 സ്ട്രൈക്കൊക്കെ കിട്ടിയിരിക്കുക. 2 സ്ട്രൈക്ക് എനിക്ക് കിട്ടിയതാണ് ഈ അടുത്ത്. ഒരു 3-4 മാസത്തിൻ്റെ ഇടയിൽ 2 സ്ട്രൈക്ക് കിട്ടിയാൽ ഇനി ഒന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ എന്തിനാ റിസ്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും പ്ലേ ചെയ്യാത്തത്. ഈ പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളിൽ പലതും കുഴഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ
അവിയലല്ല, അവിയൽ നല്ല രസമുണ്ടാവും. ഇത് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ എന്തോ മലങ്കൾട്ടോ എന്തോ ഒരു വാക്ക് പറയുള്ളൂ. അത് അമ്മാതിരി ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവൾ പറയുന്നത്? ആ പുള്ളിക്കാരൻ ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് പോയി, ചിക്കൻ കറിയും മറ്റേ എന്തോ ഒരു റൈസിൻ്റെ മന്തി പോലത്തെ എന്തോ ഒരു സാധനമാണ്, ഇത് കഴിച്ചാൽ അറിയാം എന്നൊക്കെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. ഒരാൾ വാങ്ങിച്ചു കൊടുത്തു, അത് മൂപ്പൻസ് ഇങ്ങനെ അടിപൊളിയായിട്ട് പുള്ളി പ്രസൻറ്റ് ചെയ്തു. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ ആ വീഡിയോ ഒന്നും പ്ലേ ചെയ്യുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ട ഓർമ്മ വെച്ച് പറയാണ്, ഈ പെണ്ണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സമയത്ത് എന്നെ ഇറക്കി വിട്ടു, എനിക്ക് വേറെ ഒരുപാട് ആൾക്കാരെ അറിയാം, അവർക്ക് മാനേഴ്സ് ഇല്ലെങ്കിലും എനിക്ക് മാനേഴ്സ് ഉണ്ടല്ലോ, ഞാൻ അവരെ ഈ സമയത്ത് വിളിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഹോട്ടലിലാണ്. അതായത് ഒരു മെക്സിക്കൻ ചേട്ടൻ വന്ന് റൂമൊക്കെ എടുത്ത് തന്നു. ഇങ്ങനെ മെക്സിക്കോയിൽ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ടാക്സി ഓടിച്ച് നടപ്പുണ്ട് ഇപ്പോൾ. അതാണ് ട്രംപ് മറ്റേ അടിച്ച് പുറത്താക്കുന്നത്, മറ്റേ വിലങ്ങൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി പുറത്താക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇല്ലീഗൽ ഇമിഗ്രൻസ്. അങ്ങനത്തെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒരുപാടുള്ള സ്ഥലമാണല്ലോ ഈ അമേരിക്ക. നമ്മുടെ മലയാളി അച്ചായൻ ചേട്ടൻ പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പുള്ളി വിചാരിച്ച ഈ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇത് സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഒരു കുഞ്ഞ് സെലിബ്രിറ്റി ആണെന്നോ പുള്ളി ഓർത്തോ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ സിനിമാക്കാരാണെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്, അവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇഷ ഇഞ്ഞ ഇജ്ജ ജജ്ജ ജമ്മ ജബ്ബ എന്ന് പറഞ്ഞ് വരപ്പിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മിക്ക സെലിബ്രിറ്റീസിനും. നമ്മൾ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് ഐ ഡോണ്ട് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞു കളയും ചിലപ്പം. അപ്പോൾ അങ്ങനത്തെ ഈ വാണബി ആയിട്ടുള്ള ഒരു അച്ചായൻ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പുള്ളി അച്ചായൻ എന്നൊന്നും പറയുന്നതല്ല. പുള്ളിക്ക് അത്യാവശ്യം പ്രായമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ്. ഈ അച്ചച്ചൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ അങ്കിള് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനത്തിനെ അവിടെ ഇൻവൈറ്റ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് ഈ പുള്ളിക്കാരനാണ് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുള്ളിക്കാരൻ അതുകൊണ്ടാണ് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞ് അവിടെ എന്തോ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ സ്ഥലത്തിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ മാറി താമസിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ പോലീസിനെ അറിയിക്കണം. നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അത്. വേറെ വെളിയിൽ നിന്ന് വന്നിട്ട് താമസിക്കുന്ന ഈ ഫോറിനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഫോം സി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. ഈ ഫോം സി എന്ന് പറഞ്ഞാൽ ഹൗസ് ഓണറിൻ്റെ ആധാർ കാർഡ്, ഇത് മറ്റേത്, അല്ലെങ്കിൽ റേഷൻ കാർഡ് കോപ്പി, പിന്നെ ഇലക്ട്രിക് ബില്ല് അല്ലെങ്കിൽ ടെലിഫോൺ ബില്ല്, അങ്ങനെ പല സാധനങ്ങളും ഈ ഫോം സി പൂരിപ്പിച്ച് കഴിഞ്ഞ് അതുകൊണ്ട് എമിഗ്രേഷനിൽ കൊടുക്കണം. FRO എന്ന് പറയുന്ന സംഭവമൊക്കെയാണ്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ്, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. ഇതിൻ്റെ 10 ഇരട്ടി കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ US. അപ്പോൾ US പോയിട്ട് ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള സെൻറ്റിമെൻറ്റ് വെച്ചിട്ട് റീച്ച് കൂട്ടാം, ഈ ട്രിപ്പിൻ്റെ കാശ് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ എടുക്കാം എന്നുള്ള രീതിയിൽ അവരെന്നെ പുറത്താക്കി, എന്നെ പോടി പാടി എന്നൊക്കെ പറഞ്ഞ് എന്നെ വെളിയിലാക്കി എന്നൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് തോന്നില്ല. ചീപ്പായിട്ടുള്ള ഷോ കാണിച്ച് ഈ പെണ്ണ് കാണിച്ചത് അങ്ങനെയാണ്. ഈ പെണ്ണ് കാണിച്ചത് ചീപ്പായിട്ടുള്ളൊരു ഷോ ആണ്. അവരവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എന്താ സംഭവം, എന്താ പ്രശ്നം? നിങ്ങൾ ലോകം മൊത്തം മറ്റേ കർമ്മന്മാരും മറ്റേ വിളമ്പന്മാരും ലോകം മൊത്തം നിങ്ങൾ കറങ്ങിയിട്ടുണ്ടല്ലോ. യുഗാണ്ടയിൽ പോയി, എവിടേക്ക് പോയിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യത്തിലൊക്കെ പോയിട്ടുണ്ട് പുള്ളിക്കാരി. യുഗാണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയിൽ പറഞ്ഞാൽ എനിക്കറിയില്ല കറക്റ്റ് യുഗാണ്ടയിൽ പോയോന്നുള്ളത്. എന്തുകൊണ്ടാലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയ ഒരു പെണ്ണിന് ഇതാണോ ഒരു പ്രശ്നം? ന്യൂജേഴ്സി ആണോ ഒരു പ്രശ്നം? 6 ഡിഗ്രിയാണ്, ഭയങ്കര തണുപ്പാണ്, ഭയങ്കര മഴയൊക്കെ പെയ്യുന്നുണ്ടെന്നൊക്കെയാണ്. പേടിച്ച് വിറച്ച് എന്ത് വക ആൾക്കാരൊക്കെയാണ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് പരിപാടിയും കാണും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇപ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് കോപ്രായം കാണിക്കാനാണ് എനിക്കറിയില്ല. പക്ഷേ കോപ്രായം കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞതുപോലെ ഈ അടുത്ത് ഒരാൾ സിനിമയിൽ വരെ കയറി ലാലേട്ടനെ കുറിച്ച് കിടക്ക പങ്കിടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ലാലേട്ടൻ്റെ ഒരു സഹായി അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ എന്നുള്ള രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞ ഒരാൾ ഈ അടുത്ത് സിനിമയിലൊക്കെ കയറി, സിനിമയിൽ ഒരു സീനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീച്ച് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാർ ഈ യൂട്യൂബിലും ഈ ഫേസ്ബുക്കിലും ഈ മറ്റേ ഇൻസ്റ്റയിലും എന്ത് തെണ്ടിത്തരവും കാണിക്കാമെന്ന് വെക്കുന്നത് മോശമാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പെണ്ണ് കാണിച്ചത് ശരിക്കും പോക്കിരിത്തരമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു തോന്നൽ. എൻ്റെ തോന്നൽ എന്നെ രക്ഷിക്കട്ടെ എന്നാണല്ലോ. നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വരുമായിരിക്കും. അതോ ഇതെല്ലാം പ്ലാൻ ആണോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹൈറ്റായിരിക്കും എന്നാണോ എന്നെനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ പോലീസ് കംപ്ലയിൻ്റ് എന്നൊക്കെ പുള്ളി അവിടുത്തെ അങ്കിൾ പറയുന്നുണ്ട്. പുള്ളിയുടെ വൈഫ് ഇവളെ പോകണ്ടെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് രാത്രി 12 മണി സമയത്ത്, നാളെ പോയാൽ മതി അല്ലെങ്കിൽ തിങ്കളാഴ്ച പോയാൽ മതി എന്തോ ഒരു കാര്യമൊക്കെ മൂപ്പൻസിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു.
ഇവളുടെ വീഡിയോ ഒന്നും എടുത്ത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇവളുടെ വീഡിയോ ഒന്നും നമ്മളങ്ങനെ കാണാറൊന്നുമില്ല. എന്തിനാ, വെറുതെയാണ്. ചുമ്മാ ഒരു സ്ഥലത്ത് പോകാതെ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അത് രസമാണ്. പക്ഷേ കയ്യിലിരുപ്പന്മാരെയാണ് ഈ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഈ മിക്കവാറും ഉള്ള ട്രാവൽ വ്ളോഗേഴ്സ്, പകുതിയിൽ കൂടുതലുള്ള ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒരു ചീപ്പ് സ്ട്രാറ്റജിയാണ്. പണ്ടൊക്കെ ഈ മഞ്ഞപ്പത്രം എന്ന് പറയുന്ന സംഭവം, അതിൻ്റെയൊക്കെ ഒരു പകർപ്പാണിപ്പോൾ. അതിൻ്റെയൊക്കെ ഒരു ലൈനിലാണ് നമ്മുടെ മിക്ക യൂട്യൂബേഴ്സും ഈ ട്രാവൽ വ്ളോഗേഴ്സ്. അതായത് ട്രാവൽ വ്ളോഗേഴ്സ്, ഈ ഫുഡ് വ്ളോഗേഴ്സ് ഭയങ്കര ഫുഡാന്നൊക്കെ പറയാം. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പട്ടി പോലും ഇല്ല. വെളിയിൽ 2 പട്ടി ഉണ്ടാവും, വല്ല എല്ലും കഷ്ണം ഉണ്ടെങ്കിൽ അത് തിന്നാനായിട്ട്. ആൾക്കാരെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, വെളിയിൽ അങ്ങനെ പട്ടിയൊന്നും ഇല്ലെന്ന്. അത് നല്ല സ്ഥലമായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഡോണ്ട് മിസ്റ്റേക്ക് മീ. എന്തുവാണേലും ഈ അരുണിമ എന്ന് പറയുന്ന ഈ പെണ്ണിൻ്റെ കാര്യം തീരുമാനമായി. അവിടെ ഒരു ഫൈനൊക്കെ അടിച്ച് ഇനി ലൈഫ് ബാനൊക്കെ ആയിട്ട് ഇപ്പോൾ B1 B2 പോയിരിക്കുന്നത്. മറ്റേ വിസയുടെ കാര്യം അതിങ്ങനെ ഇനി തരില്ല, എക്സിറ്റ്, പ്ലീസ് എക്സിറ്റ് ദ കൺട്രി എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് അടിച്ച് വിടുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം.